അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് തേങ്ങയില്ലാത്ത രീതിയിൽ ഒരു അടിപൊളി മോര് കാച്ചിയെടുക്കാം. നമുക്ക് മടിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു മോരാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇത് പുളി തീരെ ഇല്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ പുളിക്കനുസരിച്ച് നിങ്ങൾ തൈരിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ടരിഞ്ഞത്, ഒരു വെളുത്തുള്ളി അരിഞ്ഞത്, ഇത് ഇത്രയുമാണ്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾ അരച്ചതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മോര് കാച്ചിയെടുക്കാം. അതിനൊരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് താളിക്കാനായിട്ട് കുറച്ച് കറിവേപ്പില, ചുമന്നുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ 2 വറ്റൽമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി ഒന്ന് മൂത്ത് വരണം, ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. ചുമന്നുള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം മാത്രം ഉണക്കമുളക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മോരിന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്, നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലെ ഈ പതയൊന്ന് മാറി നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇനി വേണമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഉപ്പ് ഇവിടെ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അതുപോലെ തീ ഒരിക്കലും കൂടി പോകരുത്, മോര് പെട്ടെന്നങ്ങ് പിരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത്രയും വെള്ളം തോന്നുന്നുണ്ടെങ്കിലും ഇത് തണുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് വെള്ളം ചേർക്കേണ്ടത് കേട്ടോ. ചൂടായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെയാണ് നല്ല ഒരു ടേസ്റ്റ്. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ആ പതയൊക്കെ മാറി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് ചൂടാവുക, തിളയ്ക്കാനൊന്നും പാടില്ല, എങ്കിലും മോര് പെട്ടെന്നങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡ് അടച്ച് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ചെയ്തു നോക്കി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്